സീറ്റ് നൽകാത്തതിൽ ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരനെ കാണാൻ MK രാഘവൻ MP എത്തിയെന്ന ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ വരുന്നു. കെ സുധാകരന്റെ ഡൽഹിയിലെ ഫ്ളാറ്റിലെത്തിയാണ് കൂടിക്കാഴ്ച. സീറ്റ് നൽകാത്തതിൽ MK രാഘവനും അതൃപ്തിയുണ്ട് എന്നാണ് സൂചന. വിനീത VG വിവരങ്ങളുമായി. വിനീത, അദ്ദേഹത്തിനും അതൃപ്തിയുണ്ട്. അപ്പോൾ ഇത് ഒരു അനുനയത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള കൂടിക്കാഴ്ചയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഉറപ്പായും അനുജ, അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ അതൃപ്തി പുകയുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗോദാവരിയിലാണ്. ഡൽഹിയിലെ കെ സുധാകരൻ MPയുടെ ഫ്ളാറ്റായ ഗോദാവരിയിലാണുള്ളത്. അല്പസമയത്തിന് മുൻപാണ് ഇവിടേക്ക് MK രാഘവൻ MP കൂടി എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഈ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് പറയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MPമാർക്ക് സീറ്റ് നിഷേധിച്ചതിൽ കൂടുതൽ MPമാർക്ക് അതൃപ്തി ഉണ്ടെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ കെ സുധാകരനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള MPമാർ സീറ്റ് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ MPമാർക്ക് ആർക്കും സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ളത് തന്നെയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. ആ നിലപാട് പിന്നീട് ഹൈക്കമാൻഡ് അംഗീകരിക്കുകയും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. MK രാഘവനൊക്കെ തന്നെ സന്നദ്ധത അറിയിച്ചിരുന്ന ഏലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണനെയാണ് സ്ഥാനാർത്ഥിയായൊക്കെ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ ഈ MPമാർ സീറ്റ് ആവശ്യപ്പെട്ട മേഖലകളിലേക്കൊക്കെ തന്നെ മറ്റ് ആളുകളെയാണ് പരിഗണിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കണ്ണൂരിലും കോന്നിയിലും ഇനിയും സ്ഥാനാർത്ഥികളായിട്ടില്ല. സുധാകരൻ ഇപ്പോഴും കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് തുടരുന്നത്. അദ്ദേഹത്തെ ഇന്നലെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നും വാർത്താ സമ്മേളനം നടത്തുമെന്നും ഒക്കെ അറിയിച്ചതിന് പിന്നാലെ ഈ മുതിർന്ന നേതാക്കളൊക്കെ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.